ഭാഗ്യവാനാണ്. നമ്മൾ 56 മതിയാക്കി. അയാളെ ഇപ്പം 4 വർഷം ഇവർക്ക് കൂടുതലാണ്. അപ്പം അതും കഴിഞ്ഞ് ഇന്ന് ബാലാട്ടൻ ഫ്രീ ആവുകയാണ്. എനിക്ക് തോന്നുന്നില്ല ബാലാട്ടൻ ഫ്രീ ഒന്നും ആവില്ല. അയാൾ നാളെ രാവിലെ ഇത് ആദ്യം പോകും. അപ്പം ഇന്ന് നമ്മൾ അജിതേനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ പാട്ടത്ത് കൂട്ടിയിട്ട് കത്തി ഞാൻ എടുത്തിട്ട് ആ തോട്ടിൽ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊരു കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മളൊരു കേക്ക് വല്ലതും റെഡിയാക്കാൻ വേണ്ടി വൈകിയതാണ്. അപ്പോൾ ഏതായാലും ഈ ഇതിൽ പങ്കെടുത്ത, അതായത് ഇന്ന് ഈ സർവീസിൽ നിന്നും പെൻഷൻ പറ്റി പിരിയുന്ന ബാലാട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ബാലാട്ടൻ്റെ സഹധർമ്മണി നമുക്ക് വന്നപ്പോൾ ചായയും ഇതെല്ലാം തരുന്നതാണ്. അപ്പോൾ അജിതേനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ എം രാജീവൻ എന്ന എംആറിനെ ക്ഷണിച്ചുകൊണ്ടു. നമസ്കാരം. ഞാനും തമ്പാനൊക്കെ ഏതാണ്ട് 1 വർഷം മുമ്പ് ഇതുപോലെ വലിയ ഒരു റിട്ടയർമെന്റ് ആഘോഷിച്ച് ഞങ്ങളൊക്കെ വീട്ടിൽ വന്ന രീതിയിൽ വീട്ടിലിരിക്കുന്നവരൊക്കെ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ബാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൊണ്ട് മൂപ്പാണെങ്കിലും ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞങ്ങളെ ഒരു വലിയൊരു സൗഹൃദ ബന്ധം നിലവിലുണ്ട്. നമ്മുടെ ഒരു നവരത്നങ്ങളുണ്ട്, ഒരു 9 പേരാണ്. ആ നവരത്നങ്ങൾ എല്ലാ പരിപാടികളിലും ഇങ്ങനെ ഒത്തുചേർന്ന് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഏതായാലും ഒരുപാട് പ്രയാസങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ച് 3 മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പിതാവും ഒരു ഭർത്താവും ഒക്കെയാണ് ബാലാട്ടൻ. അതുപോലെ നമ്മുടെ ചങ്കാണ് ബാലാട്ടൻ, നമ്മുടെ കരളാണ് ബാലാട്ടൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഏതായാലും ബാലാട്ടൻ ഒരു പ്രത്യേകത ഉണ്ട്. പഠിക്കുന്ന കാലം മുതൽ പ്രണയം മനസ്സിൽ കൊണ്ടു നടന്ന ആളാണ്. ആ പ്രണയം സാക്ഷാത്കരിച്ചു. ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ വാമഭാഗമായിട്ട് അജിതയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് വരെ പൊന്നു പോലെ നോക്കി. അയോധ്യയിൽ പോണെങ്കിൽ പോയിക്കോ, ഗോവയിൽ പോണെങ്കിൽ പോയിക്കോ, എവിടെയും വിടുന്ന ഞാൻ വരൂല, ഞാൻ വരും. നമ്മുടെ ഈ കൂട്ടുകാരോടൊപ്പം 9 കൂട്ടുകാരോടൊപ്പം പറഞ്ഞ ആളാണ്. ഏതായാലും നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാനമാണ്. ഒരു കൂട്ടുകാരനാണ്, ഒരു സഹോദരനാണ്, ഒരു ജ്യേഷ്ഠനാണ്, എല്ലാമാണ്. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ ഒരു ആത്മബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാലേട്ടൻ ഒരു കുട്ടിയാണ്. കുട്ടിത്തമുള്ള മനസ്സാണ് ബാലേട്ടൻ. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം, ഒരാളോട് ഇന്ന് വരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാറ്റിലും നമ്മളോടൊപ്പം യാത്രയ്ക്ക് വരുമ്പോഴും എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാലേട്ടൻ്റെ ഈ വിശ്രമ ജീവിതം, തമ്പാൻ പറഞ്ഞതുപോലെ വിശ്രമ ജീവിതമൊന്നും ആയിരിക്കില്ല. നമ്മളിവിടെ പിടിച്ചു കെട്ടാൻ വെച്ചാലും നിൽക്കില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാങ്കേതികമായിട്ട് വിരമിക്കുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ആ ജോലി ഉപേക്ഷിച്ചിട്ട് തൽക്കാലം വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ കർമ്മ നിരതമായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളാണ് ബാലേട്ടൻ. ഏതായാലും ബാലേട്ടൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വിഷമങ്ങളൊന്നുമില്ല. 3 ആൺമക്കളാണ്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. നമ്മളെക്കാൾ മുമ്പേ തന്നെ മുത്തച്ഛനായി. അപ്പോൾ ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം ഇവിടെ വന്നു എന്നുള്ളത് തന്നെ ബാലേട്ടനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ്. ഇതൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ വരാനുള്ളതാണ്. എന്നാൽ ലിമിറ്റായ ആളുകളെ മാത്രം ഇവിടെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹം നമ്മളോട് കാട്ടിത്തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളും ബാലേട്ടനും തമ്മിലുള്ള ആ കുടുംബ ബന്ധം ഇനിയും അനേക വർഷങ്ങളോളം, എന്നുവെച്ചാൽ ജീവിതാവസാനം വരെ അതുണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. ആ സഹധർമ്മിണിക്ക് എല്ലാവിധ സൗഭാഗ്യവുമാണ് ബാലേട്ടൻ. ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഫോട്ടോ എടുക്കണേ. ഇവരെല്ലാം പറഞ്ഞ എല്ലാരും അതെ എല്ലാരും ഈ ചാൻസ് ഇത്രേ ഉള്ളൂ. ബാലേട്ടന്റെ മെയിൻ ആൾക്കാരും അതെ അത് പറയുന്നത് ഫോട്ടോ എടുക്കുക. തമ്പാൻ സാറിന് ഒരുപാട് നന്ദി. നന്ദി. അതെ
നമ്മള് ചെറിയൊരു ഉപകാരമാണ് ബാലാട്ടനായ. പക്ഷേ ഇനി നമുക്ക് കേക്ക് കട്ടി ഒരു സെക്കൻഡ് നിങ്ങൾ രണ്ടാളും കൂടെ മുറിച്ചോ. അപ്പുറത്ത് നിന്നാ അപ്പുറത്ത് നീ അകലെ മുന്നോട്ട് ഞാനും വീഡിയോ റെഡി അല്ലേ? ഓക്കെ അതെ നാലായിട്ടൊരു താരാപ്പ പോക്കിരിക്കും ബാബാ അത് പൊളിക്കും ചെറിയ കുട്ടികളെല്ലാം കൊടുക്കും.